ഈ ആയുർവേദ ചികിത്സ യഥാർത്ഥത്തിൽ പണ്ട് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഗുണമൊന്നും ഇപ്പം ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റും. ഇപ്പം അങ്ങനെ ചെയ്ത സെൻ്ററുണ്ട്, കിട്ടുന്ന ആൾക്കാരും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിതാ നമ്മളെ ശാന്തഗിരി പോലത്തെ. അതിനെ വെസ്റ്റേണൈസ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അൺഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമുക്കൊരു ഉദാഹരണം, നമ്മുടെ ഒരു ഡോക്ടർ ഒന്ന് കൺസൾട്ട് ചെയ്ത് അവർക്ക് BP നോർമലാണോ അല്ലെങ്കിൽ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണോ എല്ലാം നോക്കി അവർക്ക് നമ്മളോട് പറയും അത് കൂടുതൽ പ്രഷർ കൊടുക്കരുത്, ഇങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ ഇന്ന പാർട്ട് അവർ ബൈപ്പാസ് ചെയ്ത വ്യക്തിയായിരിക്കും അവിടെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യിപ്പിക്കുന്നത്. ഇതൊന്നും നോക്കൂലല്ലോ. അവന് ഇതൊന്നും വിഷയമല്ല. അവന് പൈസ മതി, വരുന്നവന് വേറെ ആവശ്യമില്ലേ അവിടെ, മറ്റ് നോക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു സ്പാ സെന്ററിൽ യഥാർത്ഥത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറേയധികം നിയമങ്ങൾ കാണുമല്ലോ, അത് എന്തൊക്കെയാണ് നിയമങ്ങൾ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ ഡോക്ടർ വേണം, ഒരു ലൈസൻസ് തെറാപ്പിസ്റ്റ് വേണം, പിന്നെ അവിടെ അഡ്മിറ്റ് ഉണ്ടെങ്കിൽ ഇത്ര ബെഡ് വേണം, അത് ഓരോ കാറ്റഗറി പെടും. സാധാരണ തരത്തിൽ അവിടെ ഉപയോഗിക്കുന്ന തൈലത്തിൻ്റെ ക്വാളിറ്റി, ഇപ്പം മുറുവെണ്ണയൊക്കെ നമ്മൾ ഓരോ ബ്രാൻഡിനും ഓരോ ഗുണമാണ്. ഇപ്പം ഒരു ബ്രാൻഡായിരിക്കില്ല മറ്റേ, അപ്പോൾ അത് ഒരു പേര് മുറുവെണ്ണ എന്നാണ്, അതാണ് ധന്വന്തരം. അതിന് ഓരോ എണ്ണയ്ക്കും അപ്പോൾ അത് ആ ബ്രാൻഡഡ് സാധനമാണോ, അത് ഗുണമായ നിലപാട് സാധനമാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണ ഒരു പ്രൊഫഷൻ ഉണ്ടാകണം. ഇപ്പം ഈ ഡോക്ടർ ഏത് തരത്തിലുള്ള ഡോക്ടറാണെന്ന് അതിനെക്കുറിച്ചൊരു അന്വേഷണം വേണം കൃത്യമായിട്ട്. എന്നറിയാമോ, ആ ഡോക്ടർ പൈസ കൊണ്ടിരിക്കുന്ന ആളാണോ, ഏതാതായ ഡോക്ടറാണോ, ഇത് ഡിഗ്രി ഉണ്ടാവും, അപ്പോൾ അയാളെ മനോഭാവം അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരത്തിലൊരു സമീപനം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആയുർവേദം കുറച്ച് പണ്ടത്തെ രീതിയിൽ ആക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം.